ഈ വീഡിയോ ഞങ്ങളുടെ വണ്ടിയുടെ ടയർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് ഇറക്കിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്ത കാര്യമാണ് ടയർ ചേഞ്ച് ചെയ്തത്. അത് വണ്ടി കാണാൻ കുറച്ച് ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ നമ്മളെ കമ്പനി ടയർ എന്ന് പറയുന്നത് ബ്രിഡ്സ്റ്റണിൻ്റെ 195/80 R15 ആയിരുന്നു. അപ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഹൈവേക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫ് റോഡിന് വേണ്ടിയിട്ടും കുറച്ച് കാണാനുള്ള ലുക്കിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ പുതിയ ടയർ മാറ്റിയത്. അപ്പോൾ മാറ്റിയ ടയർ എന്ന് പറയുന്നത് അപ്പോളോയുടെ 225/70 R15 ആണ്. അപ്പോൾ ആ കമ്പനി ടയറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നല്ല വാറൻറ്റി പറയുന്നുണ്ട്. അപ്പോൾ 5 വർഷത്തെ വാറൻറ്റി പറയുന്നുണ്ട്. അതിൽ 2 വർഷം റീപ്ലേസ്മെൻറ്റും കൂടാതെ 3 വർഷം സർവീസും പറയുന്നുണ്ട്. അല്ലെങ്കിൽ 1 lakh കിലോമീറ്റേഴ്സാണ് അവർ പറയുന്നത്. അപ്പോൾ ആ അത്രയും ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടയർ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ ഇത് അപ്പോളോയുടെ നമ്മുടെ ആഡോ കാര്യങ്ങളോ ഒന്നുമല്ല, പ്രൊമോഷൻ വീഡിയോസോ ഒന്നുമല്ല. ഇത് ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്തതാണ്. ഇപ്പോൾ ഈ ടയർ മാറ്റിയപ്പോൾ തന്നെ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. കുറച്ചുകൂടി നല്ല ലുക്ക് വന്നിട്ടുണ്ട് വണ്ടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ഓൾ ടെറൈൻ ആണ്. പിന്നെ ഈ ടയറിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ബ്ലൂ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വൈറ്റ് ആണ്. വൈറ്റിന് മീതെ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ കോട്ടിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളമിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ വൈറ്റ് കാണാൻ പറ്റും പുറത്തോട്ട്. പുതിയ ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വീൽ ബാലൻസിങ് മസ്റ്റായിട്ടും ചെയ്യും. അതിനുശേഷമാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടയർ ഫുള്ള് മാറിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് വണ്ടിയുടെ ലുക്ക്. നമുക്ക് നോക്കിയാൽ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ജിമ്നിയെ പോലെ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു 4 വീൽ ഡ്രൈവ് വണ്ടിക്ക് കമ്പനിയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ബെറ്റർ ടയർ പ്രൊവൈഡ് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. കാരണം അതിൻ്റെ ആഡുകളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത്രയും നല്ല ടയറുകളാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഹൈവേ ടൈപ്പ് ടയറാണ് വരുന്നത്. അപ്പോൾ ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ പല രീതിയിലും പോകേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി വലിപ്പമൊക്കെ ഉള്ള ടയറായിരുന്നെങ്കിൽ കുറച്ച് ബെറ്ററായിരുന്നു. ഞങ്ങളിത് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് താരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഓഫ് റോഡ് ഓൾ ടെറൈൻ ടയറൊക്കെ ആയിട്ടാണ് താര ഇറങ്ങുന്നത്. അപ്പോൾ ഈ കമ്പനിക്കും ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കമ്പനി ഇപ്പോൾ അങ്ങനെ ഒരു ടയർ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി ഇറക്കിയ ഉടനെ ഇത്രയും എക്സ്പെൻസ് എക്സ്ട്രാ ആവത്തില്ലായിരുന്നു. ഈ ഒരു ടയറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 7500 ആണ്. ഞങ്ങൾക്ക് ഫിറ്റിങ്ങും വീൽ ബാലൻസിങ്ങും എല്ലാം ഉൾപ്പെടെ 37,500 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് ആയത്. ഇനി വരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജിമ്നിയെ പറ്റിയും ഈ ടയറിൻ്റെയും അതുപോലെ ഞങ്ങളുടെ ഒരു ഓഫ് റോഡ് യാത്രയുടെ ഒക്കെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.